ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഊട്ടിയിലാണുള്ളത്. ഊട്ടിയിൽ ആനന്ദഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് YWCയുടെ ആനന്ദഗിരി. നമ്മൾ വെലോ ഊട്ടിയുടെ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. കഴിഞ്ഞ തവണ വെലോ ഊട്ടിയും ഇവിടെയായിരുന്നു താമസ സൗകര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്തത്. കഴിഞ്ഞ തവണ പൃഥ്വിയായിരുന്നു പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാനും പൃഥ്വിയും കൂടി ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ ഓർഗനൈസേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആനന്ദഗിരി നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചത്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. ഇവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. വളരെ പഴക്കം ചെന്ന ചെടികളും മരങ്ങളും ഒക്കെ അതും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്ന് പുതുതായിട്ട് എടുക്കുന്ന ബിൽഡിങ്ങുകളിലൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫീലിംഗ് കിട്ടില്ല. ഊട്ടിയിൽ വന്നൊരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ റൂം എടുക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സിറ്റിയുടെ അടുത്താണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിറ്റി കാണാൻ കാണിച്ചു തരാം. കാണുന്ന തന്നെയാണ് സിറ്റി. ഇതിൻ്റെ റൂം കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വളരെ പഴക്കം ചെന്ന റൂമുകളാണ്, പഴയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പുതിയ LCD TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റൂം പഴയതാണ്, ബാത്റൂം കാര്യങ്ങളൊക്കെ പഴയ സെറ്റപ്പാണ്. പക്ഷെ ഭയങ്കര ക്ലീനാണ്, വളരെ നീറ്റാണ്, നല്ല തണുപ്പുണ്ട്, സംസാരിക്കാൻ കുറച്ചുണ്ട്. ഒന്നാമത് ഇന്നലെ മാരത്തണും കൂടി ഓടിയതുകൊണ്ട് കുറേ വിട്ടു. ഇന്നലെ ആയിരുന്നു നമ്മളെ കാലിക്കറ്റ് ഹാഫ് മാരത്തൺ. ഞാനും പൃഥ്വി ഓടി. പൃഥ്വി ബാർ ഫൂട്ടിലാണ് ഓടിയത്, ഷൂ ഒന്നും ഇടാതെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ. വെൽക്കം ടു കാലിക്കറ്റ് മാരത്തൺ. സമയം 6:30 5:30 നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത്. 1 സെക്കൻഡ്. 1 മണിക്കൂറായി. 1 മണിക്കൂറിൻ്റെ 10 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. ഓക്കെ. തിരിച്ചു ആളുകൾ ഓടാനൊക്കെ തുടങ്ങി. നമ്മളിപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ. പ്രോ റണ്ണേഴ്സാണ് അതൊക്കെ.
അവന്മാർ കൊടുക്കുന്ന വെള്ളം മുഴുവനും പ്ലാസ്റ്റിക് നിലത്തേക്ക് വലിച്ചെറിയണ്ടോ. എല്ലാവരും നിലത്തേക്ക് വലിച്ചെറിയാണ്. ഇവിടെ അങ്ങനെ വേസ്റ്റ് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആരും അത് യൂസ് ചെയ്യുന്നില്ല. കമോൺ. നമ്മൾ പൃഥ്വി ബെയർ ഫൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. Look at that. No shoes. Thank you. ഇനി 9 കിലോമീറ്റർ കൂടി. പുള്ളിയായിരുന്നു ഞാൻ റണ്ണിങ് തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ. ഇനി 6 കിലോമീറ്റർ കൂടി. ഈ മാരത്തൺ ഓടുമ്പോൾ അവസാനത്തെ 4-5 കിലോമീറ്ററാണ് എപ്പോഴും ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമ്മൾ ഈ അവസാനത്തെ 5 കിലോമീറ്ററില്ല. കം ഓൺ. Is he okay? Yeah, it's okay, it's okay. He's okay, right? Give him water. പൊക്കണം ഒരു മിനിറ്റ്. പയ്യൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വേറെ തന്നെ പുള്ളിയായിരുന്നു. ഇവിടെ നേരെ പോകല്ലേ? ആ വ്ളോഗിലൊന്നും ഉൾപ്പെടുത്തിക്കാളാ. ഓക്കെ ഓക്കെ. പയ്യൻ എടപ്പാളെന്ന് വന്നാണ്. ഇന്നലെ വന്നിട്ട് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. നമ്മളെ ഗോഡൗണിൽ നിന്ന് സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് ഞാൻ മാരത്തൺ ഓടി വന്ന് ഇവിടെ എത്തിയതിനു ശേഷം ഗോഡൗണിൽ നിന്ന് സൈക്കിൾ എടുത്ത് കൊടുത്തു. ഇപ്പോൾ പുള്ളി ചവിട്ടി എടപ്പാളിലേക്ക് പോവാണ്. അടിപൊളി പയ്യൻ.
അവൻ പൈസ തന്നതൊക്കെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അവൻ പൈസ അങ്ങനെ ഒരു കൂട്ടി വെച്ച് ഞാനാണ് സൈക്കിൾ എടുക്കുന്നത്. കുറേ ചില്ലറകളായിരുന്നു പൈസ. അടിപൊളി പോയി. ഓ ഫുള്ള് അപ്പോൾ സൈക്കിൾ ഡെലിവറി ഒക്കെ കൊടുത്തു. നാട്ടിലെത്തി വീട്ടിൽ കയറി മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങി. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കളെ നമ്മളെ പുഴയിലിറങ്ങി. ഓക്കെ, അതിനെ ഫുള്ള് കലിപ്പിലാണ്. ഞാൻ ഫുള്ള് വീട്ടിലേക്ക് രാത്രി നേരം കഴിയുമോ ഓണപ്പുറം ഇതേ ടൈം സ്പെൻഡ് ചെയ്യില്ല. അതാണ് എന്താ ചെയ്യുക. നേരത്തെ ഓടിയാലും ലോങ് റൈഡ് ചെയ്താലൊക്കെ പുഴയിലിറങ്ങി ഒന്ന് നീന്തി കുളിച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ട്രെച്ചിങ് ആണ്. ഒക്കെ ശരീരമൊക്കെ ഒന്ന് നീണ്ട് വലിഞ്ഞ് മൊത്തം ഒന്ന് സ്ട്രെച്ചാവും. അടിപൊളി. ഹോളൊന്ന് കാണിച്ചോട്ടെ. ഒക്കെ വളരെ പഴക്കം ചെന്ന ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ക്ലീനാണ്, വളരെ നീറ്റാണ്. അടുക്കി വെച്ച സംഗതികളൊക്കെ വളരെ സെറ്റപ്പാണ്. കാണാം. കൊള്ളാം, അടിപൊളി. ഒരു പഴയ കാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തീ കായുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം. ഒറിജിനൽ പൂവാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ഹോളും റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ, നല്ലൊരു ലൈബ്രറി ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ക്ലാസിക് പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ട്. പഴയ ഫർണിച്ചറുകൾ, ഓ മുകളിലത്തെ റൂംസ് പിടിച്ചാൽ മതി. ഇതിൽ ഒരു ഭാഗത്ത് റൂമും ഒരു ഭാഗത്ത് ടോയ്ലറ്റും ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ റൂമുകളാണ്, ഈ ഭാഗത്ത് ടോയ്ലറ്റ് ആണ്. അത് പഴയ സിസ്റ്റം ആയതുകൊണ്ട് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ല, പുറത്തായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് എത്ര പഴക്കമുണ്ട് അറിയാം ബുദ്ധി ചോദിക്കണം. ഓക്കെ, ആ വാവ്. ഹലോ, കുട്ടിയുടെ ഫസ്റ്റ് പ്രൈസ് സെറിമണിയും കാര്യങ്ങളൊക്കെ, സെക്കൻഡ് എഡിഷൻ്റെ പ്രൈസ് സെറിമണിയും കാര്യങ്ങളൊക്കെ ഈ ഹോളിൽ വെച്ചിട്ടായിരുന്നു നടന്നത്.
നാളെ കുറവായതുകൊണ്ട് അതെ, ആൾ കുറവായതുകൊണ്ട് വളരെ നീറ്റായിട്ട് ഇവിടുന്ന് നടന്നിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടുന്ന് എത്ര അടിപൊളിയായിട്ടായിരിക്കും ആ ഇവൻറ്റ് നടന്നിട്ടുണ്ടാവുക. ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ടാവും ആളുകൾ തമ്മിൽ അല്ലേ? ഓ പഴയ ഫർണിച്ചർ, ടീ കഴിയുന്ന സ്ഥലം. ഓ പഴയ ടേബിള്. പിയാനോടെ ഫംഗ്ഷൻ ഉണ്ടോ? ഏതാണോ? ഇത് പൊന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓ പിന്നെ ഈ സ്വിച്ച് ഉണ്ടോ? ഓ ഒറിജിനൽ റെട്രോ എന്താണെന്നുള്ള സാധനം. പണ്ടത്തെ സ്വിച്ചുകൾ. ഇത് റെട്രോ ആണോ, ഇനി റെട്രോ ആക്കാൻ വേണ്ടി പുതുതായിട്ട് ഇങ്ങനെ ചെയ്താണോ അറിയില്ലല്ലേ? റെട്രോ തന്നെയാണല്ലേ? ഒറിജിനലാ? ഇവര് പുതിയൊക്കെ മറ്റേ സാധനം, അതൊക്കെ പഴയ സാധനം തന്നെയാ. ഓ പഴയ സാധനം അത്. ഓ റെട്രോ ആക്കാൻ ചെയ്ത സാധനമല്ല. ഇതാ കാലത്തേ ഉള്ളവരെ പഴയ സാധനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും, ഇപ്പോഴും ഒന്നും സംഭവിക്കാതെ അതേപോലെ. നമ്മളിപ്പോഴത്തെ സ്വിച്ച് ആണെങ്കിൽ ഒരു 4-5 വർഷം ഏറിപ്പോയാലും. ഓ 1929 കേട്ടോ ഇത് പണിയത്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച റൂം. നമ്മൾ രാത്രി കിടന്നുകൊണ്ട് വളരെ അലങ്കോലമായി കിടക്കുകയാണ്. വളരെ നീറ്റായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഈ സോഫ കണ്ടാൽ മനസ്സിലാവും വെൽ അറേഞ്ച്ഡാണ്. ഇത് മാത്രമേ ഞങ്ങളിവിടെ യൂസ് ചെയ്യാത്തുള്ളൂ. ടി വിയൊക്കെ പുതിയ സെറ്റപ്പാണ്. ടേബിള് ചെയറൊക്കെ കണ്ടില്ലേ, പഴയ സെറ്റപ്പ്, പഴയ അലമാര. ഉരുങ്ങാനുള്ള ബാത്റൂമൊക്കെ വളരെ പഴയ സെറ്റപ്പ് ആണെങ്കിലും വളരെ നീറ്റാണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഹീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് പേപ്പർ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുറത്ത് ചെടികളൊക്കെ വെച്ചാണ്ടോ. അപ്പോൾ നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്തു, തിരിച്ച് മടങ്ങാണ്. രാവിലെ ഒരു 6 മണിക്ക് നമ്മൾ എണീറ്റുണ്ട്. ഉച്ചയോടുകൂടി നമുക്ക് തിരിച്ച് നാട്ടിലെത്താനാണ് പ്ലാൻ. പൃഥ്വിക്ക് ക്ലാസ് ഉണ്ട്. പൊതുവേ സൈക്കിളുകൾക്കൊക്കെ ഉണ്ടാകുന്നൊരു സാധാരണ പ്രശ്നമാണ് വീലിൽ വരുന്ന ചെറിയ ഇളക്കം. ഞാൻ കാണിച്ചു തരാം.
എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം സൈക്കിളിൽ നിന്ന് വീൽ അയച്ചെടുക്കാം. ഈ വീലിൻ്റെ ആക്സിൽ ഇങ്ങനെ പിടിച്ച് ഇളക്കി നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്ന കാണാം. അപ്പോൾ ഇവിടെയുള്ള ഈ നട്ടും പിടിച്ച് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ടൈറ്റ് ചെയ്യുന്ന പോലെ മാത്രം ടൈറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഈ നട്ടും ബോൾട്ടും അല്ലെങ്കിൽ സ്പാൻഡറൊക്കെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീല് സ്റ്റക്കായി പോകും, തിരിയാതായി പോകും. അപ്പോൾ കൈകൊണ്ട് മാത്രം ഈ ഒരു നട്ടും പിടിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആക്സിൽ ഇളക്കി നോക്കിയാൽ ഇളകില്ല. ഓക്കെ.